അടക്കം ഇന്നലെ രാത്രിയിൽ ബഹുമാന്യ പ്രസിഡന്റ് ഡോക്ടർ ടി വത്സൻ എബ്രഹാം അവറുകൾ ഉദ്ഘാടനം ചെയ്തതിലൂടെ ഈ കൺവെൻഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാലങ്ങളിൽ ജനറൽ കൗൺസിലിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയും ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC അബുദാബിയിലെ ദൈവമക്കളുടെ സ്നേഹം വന്ദനങ്ങൾ ഈ സമയത്ത് ഞാൻ കൈമാറുന്നു. നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീസസ് ബിൽഡ്സ് ആൻഡ് റെസ്റ്റോർസ് എന്നതാണ്. മത്തായി സുവിശേഷകൻ യേശുവിനെ രാജാവായി ചിത്രീകരിക്കുമ്പോൾ മർക്കോസ് സുവിശേഷകൻ യേശുവിനെ ദാസനായിട്ടും ലൂക്കോസ് സുവിശേഷകൻ യേശുവിനെ മനുഷ്യപുത്രനായിട്ടും യോഹന്നാന്റെ സുവിശേഷം യേശുവിനെ ദൈവപുത്രനുമായിട്ടും അവതരിപ്പിക്കുകയാണ്. യോഹന്നാൻ പറയുന്ന ഒരു വാക്യം ശ്രദ്ധേയമാണ്. യോഹന്നാൻ പറഞ്ഞതായ കാര്യങ്ങൾ താൻ അധികം അടയാളങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനവധി കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും പറയുന്ന കാര്യം സത്യമായിരിക്കണമെന്ന് യോഹന്നാന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ആ നിർബന്ധത്തിൽ 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുത്വം തെളിയിച്ചുകൊണ്ട് താൻ രേഖപ്പെടുത്തുന്ന വാക്കുകൾ പ്രസക്തമാണ്. 10-ാം അധ്യായം വളരെ ഗഹനീയമായി ചിന്തിക്കേണ്ട ഒരധ്യായമാണ്. അത് 9-ാം അധ്യായത്തിൻ്റെ തുടർച്ചയുമാണ്. 10-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കരങ്ങളെ ഉയർത്തി ഒരു പ്രാവശ്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യജനത്തെ നോക്കിയിട്ട് പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഈ വാക്യം സാധാരണയായി പൊതുവിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്ന കള്ളൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിശാചിനെയാണ് എന്നതാണ് ധരിക്കുന്നത്. എന്നാൽ ഈ വാക്യത്തിന്റെ ആകത്തുക മനസ്സിലാകണമെങ്കിൽ 9-ാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ വിശകലനമായി പഠിച്ചു വരുമ്പോഴാണ് അത് സാത്താനെ ഉദ്ദേശിച്ചല്ല അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ മുതൽ സാത്താൻ തന്റെ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ടിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു അത്ഭുതങ്ങൾ അടയാളങ്ങളുടെ ആരംഭമായി അവിടെ ചെയ്തു, ഖാനാവിൽ ചെയ്തു എന്ന് വായിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ഒരു കുടുംബത്തെ തകർത്തുകൊണ്ട് പിശാചിന്റെ പ്രവർത്തികൾ തുടങ്ങിയെങ്കിൽ യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു കുടുംബത്തെ പണിതുകൊണ്ടാണ്. ഏദൻ തോട്ടത്തിൽ പിശാച് തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് ബന്ധങ്ങളെ അകറ്റിക്കൊണ്ടാണ് തൻ്റെതായ ദൗത്യം തുടങ്ങിയതെങ്കിൽ യേശു കർത്താവ് ഇത് സത്യമായിട്ട് പറയുന്നു, വ്യക്തമായി പറയുന്നു എന്ന് തുടങ്ങുകയാണ്. ഹവ്വയുടെ അടുക്കൽ പിശാച് വന്നിട്ട് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം പിശാച് പറയുന്നു, നീ ദൈവത്തെ പോലെ ആകാതിരിക്കേണ്ടതിനാണ്. വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യുന്ന, അതേ റെവലേഷനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പിശാചിന്റെ വലിയ ഒരു ആയുധമാണ്. ഇന്ത്യൻ പെന്തിക്കോസ്റ്റൽ ദൈവസഭയ്ക്ക് അനുഗ്രഹീതമായ ഒരു ഉപദേശമുണ്ട്, ഉപദേശ സംഹിതകളുണ്ട്. എന്നാൽ ഈ കാലങ്ങളിൽ ഉപദേശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, വെളിപ്പാടുകളെ ഇല്ലാതാക്കുന്ന, വെളിപ്പാടുകളെ കോട്ടിക്കളയുന്ന, വെളിപ്പാടുകളെ തുലാസിൽ വിൽക്കുന്ന ധാരാളം ആളുകൾ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് രാവിലെ ആരാധിക്കുന്ന ദൈവജനം മനസ്സിലാക്കണം, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നിന്റെ വെളിപ്പാടിനെ ചോദ്യം ചെയ്യുന്നത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. അതിൽ നാം പെട്ടുപോകുവാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, പിശാച് ചോദിക്കുന്ന ചോദ്യം നീ ദൈവത്തെ പോലെ ആരാധിക്കേണ്ടതിനാണ്. ഒന്നാമത്തെ പിശാചിന്റെ ആയുധം റെവലേഷനെ ചോദ്യം ചെയ്യുന്നതാണെങ്കിൽ, രണ്ടാമത് റിലേഷനെ അകറ്റുന്നതാണ്, ബന്ധങ്ങളെ അനിശ്ചിതത്വപ്പെടുത്തുന്നതാണ്. പിശാചിന്റെ ഏതൊരു കാലയളവിലും ഈ രണ്ട് നിലയിലാണ് അവന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഒന്നുകിൽ വെളിപ്പാടുകൾ കോട്ടിക്കളയും, അല്ലെങ്കിൽ ബന്ധങ്ങളെ ഉലച്ചു കളയും. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, പാസ്റ്റർ കെ എബ്രഹാം, പാസ്റ്റർ പി എം സാമുവൽ, പാസ്റ്റർ സി കെ ഡാനിയൽ, പാസ്റ്റർ ജോർജ് വർഗീസ്, പാസ്റ്റർ ജി ജി ഉമ്മൻ എന്നീ അനുഗ്രഹീതരായ ദൈവദാസന്മാർ അടിത്തറയിട്ട ഒരു പെന്തക്കോസ്ത് ഉപദേശം കേരള മണ്ണിൽ നിന്ന് ലോകത്തിലേക്ക് വ്യാപിക്കത്തക്കവണ്ണം ഇന്ത്യൻ പെന്തിക്കോസ്റ്റൽ ദൈവസഭയെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതിൽ ഞാൻ ചാരിതാർത്ഥ്യം കൊള്ളുന്നു. എന്നാൽ ഉപദേശങ്ങൾ എല്ലാം കൃത്യമായി നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ തന്നെ പിശാചിന്റെ അടുത്ത ഒരു ആയുധം നമ്മൾ ശ്രദ്ധിക്കണം, അവന് ബന്ധങ്ങളെ അകറ്റിക്കളയുന്നു. 100ാമത്തെ കൺവെൻഷനിൽ ആത്മനിറവോടെ പ്രാർത്ഥിക്കുന്ന, ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുന്ന, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഇന്ത്യൻ പെന്തിക്കോസ്റ്റൽ സഭയോട് ആത്മനിറയോഗത്തോടെ പറയട്ടെ, വെളിപ്പാടുകൾ മാത്രം പോരാ, ബന്ധങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിനെ സേവിക്കുന്ന ഒരു സഭയായി നമ്മൾ മാറണം. അറുപ്പാനും മുടിപ്പാനും പിശാച് വരികയാണ്. പിശാച് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ കർത്താവ് ഇവിടെ ഈ കാര്യം പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 9ാം അധ്യായത്തിൽ യേശു കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കുന്നു. ശിഷ്യന്മാർ ചെന്ന് ചോദിച്ചു, ഇവനോ ഇവരെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത്? യേശു പറയുന്നു, ഇവനോ ഇവരെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ഇവനിൽ ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന് തന്നെയാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ പറയും, അത് നിന്റെ പരാജയം കൊണ്ടാണ്, അത് നിന്റെ പാളിച്ച കൊണ്ടാണ്, അത് നിന്റെ ബലഹീനത കൊണ്ടാണ്, അത് നിന്റെ പിന്മാറ്റം കൊണ്ടാണ്. എന്നാൽ യേശു നിന്നെ നോക്കി പറയുന്നു, അവർ കണ്ടതുപോലല്ല ഞാൻ കാണുന്നത്, അവർ പറഞ്ഞതുപോലല്ല ഞാൻ കേൾക്കമേ പറയുന്നത്, അവർ വിധി എഴുതിയതല്ല ശരി, അവർ എഴുതി പിടിപ്പിച്ചതല്ല ശരി, അവർ കേട്ട് പറഞ്ഞതല്ല ശരി. ഞാൻ പറയുന്നു, ഇതിനകത്തൊരു ദൈവമഹത്വം വെളിപ്പെടാനുണ്ട്. ഈ പകലത്രവർ വിശ്വസിക്കുന്നു. നിന്റെ പ്രതിസന്ധിയെ കുറിച്ച്, നിന്റെ ഇല്ലായ്മകളെ കുറിച്ച്, നിന്റെ നഷ്ടങ്ങളെ കുറിച്ച്, നിന്റെ ശോധനകളെ കുറിച്ച് ഒത്തിരി പേർക്ക് അഭിപ്രായം പറയാനുണ്ട്. പക്ഷെ യേശു പറയുന്നു, ഇന്ന് പകൽ അതിനകത്തൊരു മഹത്വം വെളിപ്പെടാനുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾ കരം തട്ടി അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്, നിന്റെ കുടുംബത്തിനകത്തൊരു മഹത്വം, നിന്റെ തലമുറയ്ക്കകത്തൊരു മഹത്വം, നിന്റെ ശരീരത്തിനകത്തൊരു മഹത്വം, നിന്റെ സഭയ്ക്കകത്തൊരു മഹത്വം, നിന്റെ ശുശ്രൂഷയ്ക്കൊരു മഹത്വം ദൈവത്തിന് വെളിപ്പെടുത്തുവാനുണ്ട്. സൗഖ്യമായവനെ കണ്ടിട്ട് പരീക്ഷന്മാരും ശാസ്ത്രിമാരും നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ അങ്ങനെ പറ്റത്തില്ല, ഇവന് സൗഖ്യമായി, ഇത് എങ്ങനെ സംഭവിച്ചു? ശബത്തിലല്ലേ സംഭവിച്ചത്? ഇവന് കുരുടുണ്ടായിരുന്നോ? നമുക്ക് ചോദിക്കാം. നാട്ടുകാരെ വിളിച്ച് ചോദിച്ചു, വീട്ടുകാമേ അവൻ സുഹൃത്തുകാരെ വിളിച്ച് ചോദിച്ചു, ശരിയാ ഇവനെ പോലെ ഒരുത്തനായിരിക്കാം. അല്ലല്ല, അവൻ പറഞ്ഞു, ഇത് ഞാൻ തന്നെയാ. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ കൺഫർമേഷൻ ചെയ്യാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം.
വിളിക്കാം, ഇവന്റെ അമ്മയപ്പന്മാരെ വിളിക്കാം. അമ്മയപ്പന്മാർ വന്നു, അവരും പറഞ്ഞു ഇത് ഞങ്ങളുടെ മകനാ, നിങ്ങൾക്കറിയാമോ അവൻ എങ്ങനെ സൗഖ്യമായെന്ന്? അവർ പറഞ്ഞു അവനോട് ചോദിക്ക്, അവന് പ്രായമുണ്ടല്ലോ. അവൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് യേശു എന്ന് പറയുന്ന ഒരുത്തൻ എന്നെ സൗഖ്യമാക്കി. അപ്പോൾ അവൻ എങ്ങനെ ഇരിക്കുക? പരീക്ഷന്മാർ ചോദിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്നു നിങ്ങൾക്ക് സൗഖ്യമാകാനും യേശുവിനെ വിശ്വസിക്കാനും താല്പര്യമുണ്ടോ? അവൻ യേശുവിന്റെ വിശ്വസിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അവർ അവനെ തള്ളി ഭ്രഷ്ടനാക്കി പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കി. അവർ പറയുന്ന ഒറ്റ കാര്യം, ഇവിടെ കുരുടനായിട്ടിരിക്കാമെങ്കിൽ നീ ഇരുന്നാ മതി, ആരെങ്കിലും കണ്ണു തുറന്നാൽ ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല കേട്ടോ. അവനോട് പറഞ്ഞു, ഒരു കുരുടനായ വ്യക്തിയോട് ഒരു മനുഷ്യൻ പറഞ്ഞു, അവൻ ഈസ് ഇറ്റ് നോട്ട് എ ഗ്രേറ്റ് ട്രാജഡി ദാറ്റ് യു ലോസ്റ്റ് ദ സൈറ്റ്? അവൻ കുരുടൻ പറഞ്ഞു, അവൻ ഇറ്റ് ഈസ് നോട്ട് എ ഗ്രേറ്റ് ട്രാജഡി ദാറ്റ് ഐ ലോസ്റ്റ് ദ സൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ട്രാജഡി ഇഫ് ഐ ലൂസ് ദ വിഷൻ. അവൻ എന്റെ കണ്ണ് അവൻ കുരുടായത് വലിയ ദുരന്തമൊന്നുമല്ല, പക്ഷെ എനിക്ക് ദർശനമില്ലെങ്കിൽ അതാണ് വലിയ ദുരന്തം. പരീക്ഷന്മാർ ഇവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ കണ്ണുപൊട്ടനായിട്ടായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാമായിരുന്നു, നിനക്കിപ്പോൾ ഒരു വെളിപ്പാട് കിട്ടി. വെളിപ്പാട് കിട്ടി ഇവനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, വെളിപ്പാട് കഴിയായിട്ട് ഇവനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. മോശയ്ക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. വെളിപ്പാട് കിട്ടിയ മോശയെ 3 മാസം ഒളിപ്പിച്ചു വെച്ചോ, അവനെ പിന്നെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. അവൻ ഞാങ്ങണപ്പെട്ടിക്കകത്ത് അവനെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് അവനെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. അവൻ മരുഭൂമിക്ക് അവനെ ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ദൈവം തമ്പുരാൻ അവനോട് പറഞ്ഞു, നീ കണ്ണ് തുറക്കപ്പെട്ടവനാണ്, നീ നിയോഗമുള്ളവനാണ്, നിനക്കൊരു വാഗ്ദത്തം